മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 118 സങ്കീർത്തനം 17 തിരുവാക്യം. ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികളെ പ്രഘോഷിക്കും. സങ്കീർത്തകന്റെ ഉറച്ച തീരുമാനമായിരുന്നത്, ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികളെ പ്രഘോഷിക്കും. എത്ര ഉന്നതമായ ഒരു തീരുമാനമാണിത്. നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ ദൈവകൃപയുടെ സമൃദ്ധിയിൽ നിറയപ്പെടുവാൻ, നമ്മുടെ തലമുറകളിലും സഭാ സമൂഹങ്ങളിലും അഭിഷേകത്തിന് നിറഞ്ഞൊഴുക്കുണ്ടാകുവാൻ, നമ്മളായിരിക്കുന്ന മേഖലകളിൽ കർത്താവിനെ പ്രഘോഷിക്കുവാനുള്ള സമർപ്പണം നമുക്കുണ്ടാകും. ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രത്യേകമായി നമ്മൾ ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സാർവത്രിക സഭയെ, ഭാരത സഭയെ, കേരള സഭയെല്ലാം പ്രത്യേകമായി കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിൻ്റെ സകല ഭാരങ്ങളെ വിട്ടുകളഞ്ഞ് നമ്മളെ അസ്വസ്ഥമാക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തകർച്ചകളെയും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സുവിശേഷവൽക്കരണത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ആത്മാവാണ്, കൃപയുടെ ആത്മാവാണ്. ഹൃദയം തുറന്ന് അധരം തുറന്ന് സ്വരമുയർത്തി ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കാലഘട്ടത്തിന്റെ ശുശ്രൂഷയ്ക്കായി, കാലഘട്ടത്തിന് അഭിഷേകം നൽകണമേ, കാലഘട്ടത്തിന്റെ അഭിഷേകം നൽകണമേ. അന്ത്യകാല ശുശ്രൂഷകൾക്കായി, അന്ത്യകാല അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. കരങ്ങൾ അടിച്ച് അഭിഷേക നിറവോടെ ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സ്തുതി ആരാധനയിൽ 10,000ങ്ങളിലേക്ക് അഗ്നിയായി കടന്നു വരികയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, സുവിശേഷ പ്രവർത്തനങ്ങളെ എല്ലാ മിഷണറിമാരെയും അഭിഷേകത്തെ ജ്വലിപ്പിക്കണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഉണരൂ ഉണരൂ തിരുസഭയെ, യേശുവിനെ ഘോഷിക്കുവാൻ. ഉണരൂ ഉണരൂ ദൈവജനമേ, യേശുവിനെ ഉയർത്തിടുവാൻ. ഉണരൂ ഉണരൂ തിരുസഭയെ, ഹല്ലേലൂയ, യേശുവിനെ ഉയർത്തിടുവാൻ. ഉണരൂ ഉണരൂ ദൈവജനമേ, ഉണരൂ ദൈവജനമേ, യേശുവിനെ ഘോഷിക്കുവാൻ. ഭാരതമാകവെ അഭിഷേകത്തി കാറ്റായി വീശിടുവാൻ. ഭൂതലമാകവെ സുവിശേഷത്തി മഴയായി പെയ്തിടുവാൻ. ആത്മാവേ
കത്തിപ്പടരണമേ. കാലഘട്ടത്തിൽ അഭിഷേകം പകരണമേ. ആയിരങ്ങളെ സുവിശേഷ വേലയിൽ ശക്തീകരിക്കണമേ. Spirit, move. Hallelujah. ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. വലിയ ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. യേശുവിന്റെ പോരാളി, ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി, ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി, യേശുവിന്റെ സ്വരമുയർത്തി, യേശുവിന്റെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ളത്തിന് ഇരുമ്പലോടെ കാലഘട്ടത്തിന് അഭിഷേകത്താൽ നിറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീ പോലെ നമ്മളിൽ കത്തിപ്പടരുവാൻ സ്വരമുയർത്തി വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ വരിക വരിക വരിക. പതിനായിരങ്ങളിൽ ജനലക്ഷങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സുവിശേഷ വേലകളെ ശക്തിപ്പെടുത്തണമേ. എല്ലാവിധ പൈശാചിക പീഡകളെയും പോരുകളെയും പരിശുദ്ധാത്മാവേ നിർവീര്യമാക്കണമേ. കർത്താവിന്റെ സുവിശേഷത്തിന് മുന്നേറ്റത്തെ തടയുന്ന അന്ധകാരാധിപത്യ അധികാര ശക്തികളെ ചിഹ്നഭിന്നമാക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സാർവത്രിക സഭയിൽ ആഗമനം ഒരു പുതിയ മിഷണറി നവോത്ഥാനത്തിന്റെ പ്രസരിപ്പുണ്ടാകട്ടെ. അഭിഷേകത്തിന് സ്പാർക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് ജനലക്ഷങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവേ സുവിശേഷ വേലയ്ക്കായി പതിനായിരങ്ങൾ അഭിഷേകം ചെയ്ത് ഉണർത്തണമേ. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ വേലയ്ക്കായുള്ള സമർപ്പണത്തിൽ ആയിരങ്ങളെ പരിശുദ്ധാത്മാവെ സജ്ജമാക്കണമേ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. ഈ ശുശ്രൂഷയിലുടനീളം പരിവർത്തിക്കുക പരിശുദ്ധാത്മാവേ. നന്ദി നന്ദി പരിശുദ്ധാത്മാവേ. പരിശുദ്ധാമ്മേ, സുവിശേഷവൽക്കരണത്തിന്റെ നക്ഷത്രമേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സുവിശേഷത്തിനായി തുറക്കുന്ന വാതിൽ. സുവിശേഷത്തിനായി തുറക്കുന്ന വാതിൽ. വളരെ പ്രാധാന്യതയുള്ള തിരുവചന സന്ദേശമാണിത്. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള ഒരു കാലഘട്ടമാണ്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? സുവിശേഷവൽക്കരണത്തിൻ്റെ അത്യാവശ്യകതയെക്കുറിച്ചാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 16-ാം അധ്യായം 9-ാം തിരുവചനം. ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ളൊരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രതിയോഗികളും വളരെയേറെയാണ്. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി ഒരു വലിയ വാതിൽ കർത്താവ് എനിക്കായി തുറന്നു തന്നിട്ടുണ്ട്. ആരാണ് ഈ വാതിൽ തുറക്കുന്നത്? പരിശുദ്ധാത്മാവാണ്. അടഞ്ഞ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. വളരെ പ്രതികൂലങ്ങളുടെ നടുവിലാണ് പൗലോസ്ലീഹ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് പ്രതിയോഗികളും ശത്രുക്കളും എല്ലാം പൗലോസിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ
അദ്ദേഹത്തെ ഒരുപാട് തടസ്സപ്പെടുത്തിയിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അപ്പോസ്തലനായ പൗലോസ് മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് അതിനുവേണ്ട ഒരു വലിയ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവ് ഒരു വാതിൽ നമുക്കായി തുറന്നാൽ അതടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല, ഒരു ശക്തിക്കും സാധ്യമല്ല. യെശയ്യാ പ്രവചനം 22:22 എത്ര മനോഹരമായ തിരുവാക്യമാണിത്. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. സുവിശേഷത്തിനായൊരു വാതിൽ നമുക്ക് വേണ്ടി കർത്താവ് തുറന്നാൽ ആ വാതിൽ അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വചനം പഠിപ്പിക്കുന്നത്. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. നമ്മൾ ആരാണ്? നമ്മളെക്കാൾ അധികം കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ അറിയാം. നമ്മുടെ ബലഹീനതകള്, നമ്മുടെ നിസ്സാരതകള്, നമ്മുടെ ദുർബലതകള്, നമ്മുടെ സമർപ്പണം, നമ്മുടെ ജീവിത വിശുദ്ധി, നമ്മുടെ വിശ്വാസം, നമ്മുടെ തീഷ്ണത, ഇതെല്ലാം കർത്താവ് കൃത്യമായി അറിയുന്നുണ്ട്. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. ഇതാർക്കും അടയ്ക്കാൻ കഴിയാത്ത തുറന്നു കിടക്കുന്നൊരു വാതിൽ നിന്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എന്നാൽ നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചതില്ല. ആർക്കും പൂട്ടാൻ കഴിയാത്ത, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത തുറന്നു കിടക്കുന്നൊരു വാതിൽ നിന്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വാഗ്ദാനമാണ്. കർത്താവ് ഒരു വാതിൽ നമുക്കായി തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ സാധ്യമല്ല എന്ന് ആവർത്തിച്ച് ദൈവത്തിന് തിരുവെടുത്ത് പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ സുവിശേഷം എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. 2000 വർഷമായി ഈ തിരുവചനം പരിശുദ്ധാത്മാവ് സഭയിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ദേശാന്തരങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, വിവിധങ്ങളെ സംസ്കാരങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ ഒരു വലിയ പ്രവാഹമായി ഈ നാളുകളിൽ പരിശുദ്ധാത്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. 10,000-കണക്കിന് മിഷണറിമാര് തങ്ങളുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ചു പോലും എത്രയോ ജീവിതങ്ങള് അവർ ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നു. ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഈ ലോകം എന്തിനു വേണ്ടിയാണ് ഏറ്റവും അധികം ദാഹിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട മാർപ്പാപ്പയാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. തന്റെ സഭാഭരണ കാലത്ത് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു, ഇന്ന് ഈ ലോകം മറ്റെന്തിനേക്കാളും ഉപരി വിശക്കുന്നത് കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷത്തിന് വേണ്ടിയാണ്. ലോകം ഇന്ന് കാത്തിരിക്കുകയാണ് കർത്താവിന്റെ വചനത്തിനു വേണ്ടി. വീണ്ടും ബെനഡിക്ട് 14-ാമൻ മാർപ്പാപ്പ തന്റെ സഭാഭരണ കാലത്ത് ഒരു പ്രവാചക ശബ്ദത്തോടെ സഭാമക്കളെ പഠിപ്പിച്ചു, ഈ ലോകത്തെ രക്ഷിക്കുവാൻ മറ്റൊന്നിനും ഇനി സാധിക്കുകയില്ല. ഈ ലോകത്തെ രക്ഷിക്കുവാൻ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മാത്രമേ സാധിക്കൂ. ഇതൊരു പ്രവചനവാക്കാണ്. ഇതിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്, ഇതിൽ ആത്മപകർച്ചയുണ്ട്. കർത്താവിന്റെ സുവിശേഷത്തിന് മാത്രമാണ് നശിച്ചുകൊണ്ടിരിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദര സഹോദരി, നമ്മൾ എന്തുമാത്രം കർത്താവിൻ്റെ വേലയിൽ സമർപ്പണമുള്ളവരാകണം. നമ്മൾ എന്തുമാത്രം തീഷ്ണതയോടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം.
അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിലോട്ട് നമുക്ക് വരാം. 9 മുതൽ 19 വരെയുള്ള തിരുവാക്യങ്ങൾ. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയെ പത്രോസ്ലീഹ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുതകരമായ ദർശനം കർത്താവ് കൊടുക്കുകയാണ്. 19-ാം വചനത്തിൽ പറയുന്നുണ്ട് ഈ ദർശനത്തിൻ്റെ അർത്ഥം എന്തായിരിക്കുമെന്ന് പത്രോസ്ലീഹ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മ വ്യക്തമായി പത്രോസ്ലീഹയോട് സംസാരിക്കും. നീ ശങ്കിക്കേണ്ട, നീ സംശയിക്കേണ്ട, നിന്റെ അടുത്ത് വന്നിരിക്കുന്നതിനോട് കൂടെ നീ ഇറങ്ങി പുറപ്പെടുക. നമുക്കറിയാം, വിജാതിരുടെ ഇടയിൽ കർത്താവിൻ്റെ സുവിശേഷത്തിന് ഒരു വാതിൽ അത്ഭുതകരമായി പരിശുദ്ധാത്മാവ് തുറന്നു കൊടുക്കുകയായിരുന്നു. കൊർന്നേലിയൂസിന്റെ ഭവനത്തിൽ നൂറുകണക്കിന് ആളുകൾ, വിജാതീയരായ മനുഷ്യരെ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ദാഹത്തോടെ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 10:44 പറയുന്നുണ്ട്, പത്രോസ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മ വരികയാണ്. അതിശക്തമായ ആത്മപകർച്ചയാൽ അവരെല്ലാം നിറയപ്പെടുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവിൻ്റെ ആത്മാവ് പത്രോസ്ലീഹയ്ക്ക് സുവിശേഷത്തിനായി ഒരു വാതിൽ തുറന്നു കൊടുത്തത്. ഈ വചനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവ് ശക്തിയോട് ഉപയോഗിച്ചൊരു മിഷണറി, ടോമി ഹിക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലെ ശക്തമായൊരു ഉപകരണമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ അരൂപി അദ്ദേഹത്തോട് പറഞ്ഞു, നീ അർജന്റീനയിലോട്ട് പോവുക, നീ അർജന്റീനയിൽ എൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുക, ഞാൻ അവിടെ ഒരു വാതിൽ തുറക്കുകയാണ്, എൻ്റെ സുവിശേഷത്തിനു വേണ്ടി ഞാനൊരു വാതിൽ അവിടെ തുറക്കുകയാണ്. അർജന്റീന എന്ന് കേട്ട നിമിഷത്തിൽ ഈ മിഷണറി ഞെട്ടിപ്പോയി. കാരണം ആ നാളുകളിൽ അന്ന് അർജന്റീനയെ ഭരിച്ചിരുന്നത് ജുവാൻ പെരൂന എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് ദൈവവിശ്വാസമില്ലായിരുന്നു. ടോമി ഹിക്സ് ചിന്തിച്ചു, ഞാൻ എങ്ങനെ അവിടെ കടന്നു ചെല്ലും? പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ശക്തമായി പ്രേരിപ്പിച്ചു. ആത്മാവിൽ പ്രേരിതനായി അദ്ദേഹം അർജന്റീനയിൽ ചെല്ലുകയാണ്. ജുവാൻ പെരൂന എന്ന് പറയുന്ന ഭരണാധികാരിയെ കണ്ട് കർത്താവിൻ്റെ സുവിശേഷം ഈ മിഷണറി അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണോ? ടോമി ഹിക്സ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന, എന്നെ ഈ രാജ്യത്തിലേക്ക് അയച്ച എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഈ പറഞ്ഞ നിമിഷത്തിലെ ജുവാൻ പെരൂന തന്റെ പുറങ്കുപ്പായം ഊരിക്കളഞ്ഞ് പിന്നീട് തൻ്റെ ആ പട്ടണങ്ങളൊക്കെ കഴിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ആ ചെസ്റ്റിൽ, തൻ്റെ മാറിൽ വളരെ മാരകമായിട്ടുള്ള വ്രണങ്ങളാണ്. ആ വ്രണങ്ങളെല്ലാം പൊട്ടി ഒലിക്കുകയാണ്, ദുർഗന്ധം വമിക്കുകയാണ്. ജുവാൻ പെരൂന പറഞ്ഞു, നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവത്തിന് ഈ രോഗം സുഖപ്പെടുത്താൻ കഴിയുമോ? ടോമി ഹിക്സ് എന്ന് പറയുന്ന ഈ മിഷണറി അദ്ദേഹം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു. പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. അവിടത്തേക്ക് അസാധ്യമായി ഒന്നും തന്നെയില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ അസാധ്യതകൾ സാധ്യതകളാകും. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ പ്രതിബന്ധങ്ങളെല്ലാം തകർക്കപ്പെടും. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ സാത്താൻ കോട്ടകൾ ഉടഞ്ഞു വീഴും. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ദേശങ്ങൾ, രാജ്യങ്ങൾ രൂപാന്തരപ്പെടും. അദ്ദേഹം ആത്മാവിൽ ആശ്രയിച്ചു. പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. ഇതിലൂടെ ഒരു വാതിൽ ഞാൻ സുവിശേഷത്തിനായി തുറക്കാൻ പോവാണ്. ടോമി ഹിക്സ് ആ പൊട്ടി ഒലിക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന ആ വ്രണങ്ങളിൽ അദ്ദേഹം കരങ്ങൾ വെച്ചു. യേശു നാമം വിളിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്കറിയാം, യേശുവിൻ്റെ നാമം അത്ഭുതങ്ങളുടെ നാമമാണ്. യേശുവിൻ്റെ നാമം
സുഖപ്പെടുത്തുന്ന നാമമാണ്. ആ നാമത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്പോട്ടിൽ അത്ഭുതങ്ങളുടെ സൗഖ്യത്തിൻ്റെ ആത്മാവായി പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് ആ സ്പോട്ടിൽ വ്രണങ്ങളെല്ലാം കരിഞ്ഞു പോവുകയാണ്. അത്ഭുതകരമായ രോഗശാന്തി, അത്ഭുതകരമായ സൗഖ്യം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. തനിക്ക് ലഭിച്ച സൗഖ്യാനുഭവം കണ്ട് ജോവാൻ പെരൂൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ടോമി ഹിക്സിനെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം പറഞ്ഞു, എൻ്റെ രാജ്യത്തിൻ്റെ വാതിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനായി ഞാൻ തുറന്നിട്ടിരിക്കുന്നു. അത്ഭുതകരമായി പരിശുദ്ധാത്മാവ് സുവിശേഷത്തിനായി ഒരു വാതിൽ തുറക്കുകയാണ്. ഇന്നും ഈ കാലഘട്ടത്തിലും എത്രയോ അത്ഭുതകരമായി ഈ വിധം പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷെക്കേന ടീം ഞങ്ങളൊരു ദേശത്ത് കടന്നു ചെന്നു. ഒരു വലിയൊരു ബൈബിൾ കൺവെൻഷനാണ്, 10,000 പങ്കെടുക്കുന്നൊരു കൺവെൻഷൻ്റെ ആദ്യ ദിനത്തിൽ 1000 ഗ്രൗണ്ടിലേക്ക് കടന്നു വന്നു വചനം കേൾക്കാനായിട്ട്. എന്നാൽ പെട്ടെന്ന് കാറ്റും മഴയും ഇടിയെല്ലാം ഉണ്ടായി. ഒന്നാം ദിവസം തന്നെ അതിശക്തമായ മഴ പെയ്ത് ആ കൺവെൻഷൻ നടത്താൻ കഴിഞ്ഞില്ല. സംഘാടകർക്കൊക്കെ വലിയ ദുഃഖമായി. ഇത്രമാത്രം പ്രാർത്ഥിച്ചൊരുങ്ങി പരസ്യം കൊടുത്ത് ഒരുപാട് അധ്വാനിച്ചതല്ലേ നമ്മൾ, എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചത്? സംഘാടകരൊക്കെ പറഞ്ഞു, തുറന്നു വരുന്ന ദിനങ്ങളിലെല്ലാം പെരുമഴ പെയ്യാൻ പോവാണ്. കാലാവസ്ഥ നിരീക്ഷകരൊക്കെ പറഞ്ഞിരിക്കുന്നത് അതിശക്തമായ ഇടിയും മിന്നലും കാറ്റും മഴയുണ്ടാവുകയാണ്. അവരൊക്കെ പറഞ്ഞു, നമുക്ക് ഈ കൺവെൻഷൻ മാറ്റിവെക്കാം, കാരണം ഇതൊരു പൊതു ഗ്രൗണ്ടാണ്, അവിടെ പന്തലൊന്നും ഇട്ടിട്ടില്ല, മഴ പെയ്താൽ ആ അലങ്കോലമായിട്ട് മാറും. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ആ കൺവെൻഷൻ ഗ്രൗണ്ടിൻ്റെ ആ സ്റ്റേജിൽ ഞങ്ങൾ ഒരുമിച്ച് കൈകൾ കോർത്ത് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് സുവിശേഷവൽക്കരണത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അതിശക്തമായ വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യ ഇറങ്ങി വന്നു. എല്ലാവർക്കും ആത്മപകർച്ചയുണ്ടായി. ഞാൻ പ്രകാരം പറഞ്ഞു, അടുത്ത 5 ദിനങ്ങളിൽ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലും ഇതിന്റെ പരിസര ദേശങ്ങളിലും ഒരു തുള്ളി മഴ പെയ്യുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. ഈ കൺവെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട. ഇതൊരു പൈശാചിക പോരാട്ടമാണ്. കാരണം വർഷങ്ങളായ ആ ദേശത്ത് ഒരു കൺവെൻഷൻ നടന്നിട്ട് ജനങ്ങൾ കർത്താവിന്റെ വചനം കേട്ടിട്ട് അതിനെ തടയുന്ന ചില പൈശാചിക പോരാട്ടങ്ങളാണിത്. എന്നാൽ ഇതിന്റെ മുകളിൽ സർവാധിപനായ കർത്താവിന്റെ കരം ഉയർന്നു നിൽക്കുന്നുണ്ട്. മഴ നനഞ്ഞുകൊണ്ട് ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ 10,000-ഓളം പേര് നിൽപ്പുണ്ട്. ഞങ്ങൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അടുത്ത 5 ദിവസങ്ങളിൽ ഈ ഗ്രൗണ്ടിലും പരിസര ദേശങ്ങളിലും മഴ പെയ്യാൻ കർത്താവ് അനുവദിക്കുകയില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യം ഒരു വിധാനവും കൂടാരവുമായി ആകാശത്ത് നിലയുറപ്പിച്ചു. മഴമേഘങ്ങളെ കർത്താവ് ശാസിച്ചകറ്റി. അത്ഭുതകരമായി അവിടെ 5 ദിവസത്തെ കൺവെൻഷൻ നടക്കുകയാണ്. 10,000 കടന്നു വന്ന് കർത്താവിന്റെ വചനം കേട്ട് മാനസാന്തര അനുഭവവും ആത്മപകർച്ചയുടെ അനുഭവവും അത്ഭുത രോഗശാന്തിയുടെ അനുഭവം പ്രാപിച്ച് ദൈവജനം ആത്മാവിൽ നിറയപ്പെടുവാൻ കർത്താവ് അത് മുഖാന്തരമാക്കുകയാണ്. ആ ദേശത്ത് സുവിശേഷത്തിനായി കർത്താവ് വാതിൽ തുറക്കുകയാണ്. പിശാച് അടയ്ക്കാൻ പോയ വാതില് കർത്താവ് തുറക്കുകയാണ്. മറ്റു പല ദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്തപ്പോൾ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലും അതിൻ്റെ പരിസര ദേശങ്ങളിലും മഴ പെയ്യാൻ കർത്താവ് അനുവദിച്ചില്ല. ഈ ഒരൊറ്റ സംഭവത്തിലൂടെ തന്നെ 100 കണക്കിന് ആൾക്കാരിൽ വിശ്വാസം വർദ്ധിക്കുവാനും കർത്താവിൻ്റെ സുവിശേഷത്തിന് ശക്തി തിരിച്ചറിയാനും പരിശുദ്ധാത്മാവ് ഇടവരുത്തുകയാണ്. ഈ ലോകം മറ്റെന്തിനേക്കാൾ ഉപരി കർത്താവിൻ്റെ സുവിശേഷത്തിനായി ദാഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 21-ാം വചനത്തിൽ പറയുന്നുണ്ട്, ജെറുസലേം തിരുനാളിന് വന്ന യഹൂദന്മാരെ ഫിലിപ്പോസിനോട് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇനി ലോകം എന്തിനു വേണ്ടിയാണ് കൊതിക്കുന്നത്? കർത്താവിനെ കാണുവാൻ, കർത്താവിനെ കേൾക്കുവാൻ, കർത്താവിന് നിർമ്മലമായ സുവിശേഷത്തെ സ്വന്തമാക്കുവാൻ ഈ ലോകം ഇന്ന് കൊതിക്കുന്നു.
അവർക്ക് ആര് യേശുവിനെ കൊടുക്കും? സുവിശേഷം കേട്ട നമ്മൾ ഓരോരുത്തരും സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ സുവിശേഷം കേൾക്കാത്തവരെ എങ്ങനെ രക്ഷപ്പെടും? സുവിശേഷത്തിന് ശക്തി മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസ് റോമക്കാർക്ക് ഇത് ലേഖനം 1:14 പറയാണ്, വിശ്വസിക്കുന്ന ഏതൊരുവനും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് കർത്താവിന്റെ സുവിശേഷം. ഏതൊരു വ്യക്തിയെയും അതേത് സംസ്കാരത്തിൽപ്പെട്ടവനാണെങ്കിലും, ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെങ്കിലും, ഏത് ഭാഷക്കാരനാണെങ്കിലും, ഏത് ജനതയിൽപ്പെട്ടവനാണെങ്കിലും, ആരെല്ലാം ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നു അവരെയെല്ലാം രക്ഷിക്കുവാനുള്ള അത്ഭുത ശക്തി കർത്താവിന്റെ വചനത്തിനുണ്ട്. ഈ സത്യം മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ, നമുക്ക് മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാൻ, മിഷണറിമാർ ആത്മ അഭിഷേകത്തിൽ നിറയപ്പെടുവാൻ, സുവിശേഷത്തിനായി അനേകം വാതിലുകൾ ഈ കാലഘട്ടത്തിൽ തുറക്കപ്പെടാൻ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിലെല്ലാം പുതിയ പുതിയ വാതിലുകൾ കർത്താവിൻ്റെ സുവിശേഷത്തിനായി തുറക്കപ്പെടുവാൻ നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? വളരെ വില കൊടുത്ത് ത്യാഗത്തോടെ മിഷൻ ചെയ്യുന്ന മിഷണറിമാർക്ക് വേണ്ടി കൈവിരിക്കാൻ നമ്മൾ തയ്യാറാകുമോ? എൻ്റെ സഹോദര സഹോദരി, ഇത് കർത്താവിൻ്റെ ശബ്ദമാണ്, കർത്താവിൻ്റെ മനസ്സാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മുൻപിൽ തുറന്നു കാണിക്കുന്നത്. പൂർണ്ണമായും നമുക്കൊരു സമർപ്പണം നടത്താം. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് കൂടുതൽ ആത്മശക്തിയോടെ സുവിശേഷ വേലയ്ക്കായി നമ്മെ തന്നെ ഒരുക്കാം. ധാരാളം കുടുംബസ്ഥരും യുവജനങ്ങളും കർത്താവിൻ്റെ ശുശ്രൂഷകൾക്കായി ഒരു സമർപ്പണത്തോട്ട് വരട്ടെ. നിങ്ങൾക്ക് വേണ്ട വാതിലുകൾ ദൈവം തുറന്നു തരും. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധന 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 ആരാധന. കർത്താവായ ദൈവമേ, തിരുവോസ്വരൂപനായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു സുവിശേഷത്തിനായി തുറക്കുന്ന വാതിൽ. ഇതിനെതിരെ പിശാച് കൊണ്ടുവരുന്ന എല്ലാ പോരാട്ടങ്ങളും എല്ലാ സാത്താന്യ പീഡകളും പരിശുദ്ധാത്മ ശക്തിയാൽ തകർക്കപ്പെടുവാനായി ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മ അഭിഷേകത്തിനായി, പരിശുദ്ധാത്മ ശക്തിക്കായി, പരിശുദ്ധാത്മ പകർച്ചയ്ക്കായി നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ, ആഗോള സഭയെ, ലോകം മുഴുവനെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ സ്വരമുയർത്തി ഈശോ നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമേ. സഭയിലുള്ള എല്ലാ മിഷണറിമാരെയും ഏറ്റെടുക്കണമേ. കാലഘട്ടത്തിന് അഭിഷേകത്താൽ എല്ലാവരെയും ഉജ്ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവനിലും സുവിശേഷത്തിന്റെ തീ പടരുവാൻ പരിശുദ്ധാത്മാവെ ഇടവരുത്തണമേ. സുവിശേഷത്തിനായി ധാരാളം വാതിലുകൾ ഈ കാലഘട്ടത്തിൽ അങ്ങ് തുറന്നു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളെ സുവിശേഷവൽക്കരണത്തിനായി അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ അഭിഷേകം ചെയ്യണമേ. Lord, bless, bless, anoint the Lord. Hallelujah. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പ്രവർത്തികൾ അറിയുന്ന ദൈവം. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ,